എടാ യൂട്യൂബിന്റെ കാര്യം പറയാൻ പറഞ്ഞ ഞങ്ങക്ക് സ്ട്രൈക്ക് കിട്ടിയെന്നല്ല. ഒരു ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അറിയോ? വിഷ്വൽ മീഡിയ പഠിച്ചിനല്ലോ ഓള്. അല്ലാണ വെറുതെ തള്ളുന്നതാന്ന് തോന്നല്ലേ, ഇവള് തള്ളുന്നതാന്ന് തോന്നല്ലേ. എനക്ക് 3 സ്ട്രൈക്ക്, എനക്ക് 1 സ്ട്രൈക്ക് കിട്ടിട്ട് തന്നെ എന്റെ മൈൻഡ് മൊത്തം പോയിട്ടാണ് ഞാൻ ട്രെയിനിലെല്ലാം പിരാന്ത് പിടിച്ചിട്ടായിരുന്നേ. എന്തിനാ സ്ട്രൈക്ക് കിട്ടിയേ? ഞാനൊരു പ്ലേ ബട്ടൺ പൊട്ടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിന് കൊറേ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ സ്ട്രൈക്ക് കിട്ടിയത്. ഡിലീറ്റ് ആയ ഇപ്പം യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് നമ്മൾ പണ്ടെപ്പം കിട്ടിയ വീഡിയോക്ക് വരെ, ഡിലീറ്റ് ആക്കിയ വീഡിയോക്ക് വരെ സ്ട്രൈക്ക് കിട്ടുന്ന പറയുന്നത്. റിവെഞ്ച് എടുത്താണ് യൂട്യൂബ്. എന്തിനാ ആ പ്ലേ ബട്ടൺ? ഞാൻ ചോദിക്കാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, എന്തിനാ പ്ലേ ബട്ടൺ പൊട്ടിച്ചേ? അത് യൂട്യൂബ് എന്നോട് ആരോ പറഞ്ഞിട്ടാണ്, എനിക്ക് ഓർമ്മ. ഞാൻ അതിനെ പൊട്ടിച്ച അതെടുത്ത് പൊട്ടിക്കോ? കാരണം യൂട്യൂബ് ചാറ്റ് പറഞ്ഞു. എന്റെ സ്ട്രീമിങ് എങ്ങനെ അറിയോ? ഞാൻ സ്ട്രീം ചെയ്ത് കൊടുക്കുമ്പോ ചാറ്റിൽ ഇങ്ങനെ ഓരോ സ്പാം വരും, അതെല്ലാം ഞാൻ ചെയ്യും. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, മനസ്സിലായോ? എന്നോട് പറയും ജോളോ ചിപ്പ് വന്ന്, മുളക് വന്ന്, കൈപ്പക്ക വന്ന്, ഇത് ചെയ്, അത് പൊളിക്ക്, ഇത് കത്തിക്ക്, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇവര് ഏറ്റവും കൂടുതൽ സ്പാം എന്താ വരുന്നത്, അത് ഞാൻ ചെയ്യും. ഇങ്ങനെ പറയും ഇഫ്താറിനെ വിളിക്ക്, ഇന്നാളെ വിളിക്ക്, മറ്റേ സീക്രട്ട് ഏജന്റിനെ വിളിക്ക്, അല്ല കാണല്ലേ. അങ്ങനെ ഒരു പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ, മനസ്സിലായോ? പക്ഷെ എന്നാലും അത് യൂട്യൂബ് തന്നൊരു അംഗീകാരമായിരുന്നില്ലേ? ഞാൻ അതിനെ പൊട്ടിച്ച മോര് പറഞ്ഞോണ്ടൊന്നല്ലപ്പാ. അതെന്തിനാ ഞാൻ പൊട്ടിച്ച? എന്തോ ഒരു മൈൻഡ് ആയി പോയി തന്നാ ടൈം. 5 വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്തോണ്ടായിരുന്നോ? അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആ പൊട്ടിക്കണേന്റെ ഇടയില്. 5 വർഷം ഇതിനു വേണ്ടി കാത്തിരിക്കണം, ഇപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല, അതിനെ പൊട്ടിച്ച ഓർമ്മയില്ല. ആ ടൈം അങ്ങനത്തെ ഒരു മൈൻഡ് ആയി പോയി. അത് നശിപ്പിക്കരുത് തൊപ്പി. അത് യൂട്യൂബ് തരുന്നൊരു അംഗീകാരം, അത് നശിപ്പിക്കാൻ പാടില്ല. അത് ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന് യൂട്യൂബ് തരുന്നൊരു സാധനമല്ലേ. ഇവിടെ ഓരോരുത്തര് പ്ലേ ബട്ടൺ കിട്ടാനായിട്ട് കൊതിക്കണം. അപ്പൊ തൊപ്പിക്ക് പ്ലേ ബട്ടൺ കിട്ടിയപ്പോ തൊപ്പി കൊണ്ട് അത് പൊട്ടിച്ചു കളഞ്ഞേക്കുന്നു. അതിനെ കൊണ്ട് അത് ഒറിജിനൽ അല്ല, എനിക്കറിയോ. ആ സാധനം സിൽവർ, ഒറിജിനൽ സിൽവർ ഒന്നല്ല. അല്ലല്ലേ? പറ്റിക്കലാം വെറുതെ. ഇങ്ങനെ കാണാൻ സുഖം, കാണുമ്പോ അങ്ങനെ നിക്ക ഒരു സർട്ടിഫിക്കറ്റ് പോലെ, മനസ്സിലായോ? അതങ്ങനെ ഒരു ഷെൽഫിലൊക്കെ വെക്കണ്ടേ? റിയൽ സിൽവർ ആണ് ഞാൻ പോയിട്ട് ബുക്കൂലേ? അല്ല അല്ല, വെറുതെ ആണ്, ഷോ ആണ്. അത് ഇത്രയും നാളത്തെ തൊപ്പിയുടെ ഒരു അംഗീകാരമായിരുന്നു, നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. അംഗീകാരമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ വന്നിട്ടിരുന്നിട്ട് പക്ഷെ അതിലൂടെ എത്ര പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയോ? തൊപ്പി കാണിക്കുന്ന ആ എന്റർടൈൻമെന്റിലൂടെ അത് കാണാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയോ? എന്റർടൈൻമെന്റ് ആണ്, കണ്ടിരിക്കാം തൊപ്പിയുടെ വീഡിയോസ് ഒക്കെ. നെഗറ്റീവ് ഇതിലായിരിക്കൂലേ? നിനക്ക് ശരിക്കും ഇഷ്ടാ? പോസിറ്റീവ് ആയിട്ട് നിനക്ക് ഇഷ്ടാ? ഇല്ല, നമ്മളിപ്പോ ചില വീഡിയോ കാണുമ്പോ നമുക്ക് ചിലതൊക്കെ കാണുമ്പോ ഭയങ്കര ചിരി വന്നിട്ടുണ്ട്. ചിരി വരുന്നല്ല അടുക്കട്ട്, അത് നെഗറ്റീവ് ആയിട്ടല്ലേ ചിരി വരുന്നത്? അല്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും എന്തിനാ ഇങ്ങനെ ഇത്രയും തെറിയൊക്കെ വിളിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അല്ലാതെ വേറൊന്നും ആലോചിക്കാറൊന്നുമില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് സൈഡിൽ എല്ലാവർക്കും കണ്ടു പോകാൻ പറ്റുന്ന നല്ല കുറെ കാര്യങ്ങളാ. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മാത്രല്ല, അതെ ഇവിടെ ഇരിക്കുന്ന ഇവരൊക്കെ തൊപ്പിയുടെ ഫാൻസാ. ഞാൻ വെച്ച് മൊത്തം നെഗറ്റീവ് പബ്ലിസിറ്റി ആണ്. എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിനൊരു നെഗറ്റീവ് ഒരു പോസിറ്റീവും ഇല്ലേ? ഇപ്പൊ ബൂട്ട് ക്യാമ്പ് എന്ന് പറയുമ്പോ അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ പബ്ജി കളിക്കണ സമയത്ത് തൊപ്പി ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല? അവരൊക്കെ ആയിട്ട് എങ്ങനെയാ ഇപ്പൊ ശരിക്കും? നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഇല്ലേ ശരിക്കും ഈ ഗെയിം കളിക്കുന്ന ആളുകൾക്ക്? ആ കമ്മ്യൂണിറ്റിയിലൊക്കെ സാധാരണ എല്ലാ ഗെയിമേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒരാൾ മറ്റാളെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഇതായിട്ടാ മുന്നോട്ട് പോവാ. ഞാൻ അങ്ങനെയില്ല, ഞാൻ ഒറ്റക്ക് തന്നെ ഇതാക്കലാണ്. പണ്ട് മുതലേ ഒറ്റക്ക് തന്നെയാണ് ചാനലും. അങ്ങനെ വേറെ ആളെ സപ്പോർട്ട് ചെയ്തൊന്നും ഉണ്ടായിട്ടില്ല. സപ്പോർട്ട് ഉണ്ടായിട്ടില്ലാന്ന് മാത്രല്ല, ഇങ്ങോട്ട് പണി തരാനേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എല്ലാം പണ്ടേ ഇതാണ്. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടം ആൾക്കാരുണ്ട്, മെയിൻ സ്ട്രീമേഴ്സ് ഇവരെല്ലാം ഉണ്ട്. ഞാൻ ഇതിലില്ല, ഞാൻ പുറത്തുനിന്ന് ഞാൻ സ്വന്തമായിട്ട് ഒറ്റക്കന്നെ വീഡിയോ ഉണ്ടായിരുന്നു. മീൻസ് അതിലിങ്ങനെ രജിസ്റ്റർ ചെയ്ത് കേറലൊന്നും അല്ല. അതിലിങ്ങനെ മലയാളിയാണോ ഗെയിം കളിക്കലുണ്ടോ അതൊരു കൂട്ടം അങ്ങനെ. പക്ഷെ ഞാൻ അവരൊന്നിച്ച് ഇതാക്കലില്ല, മനസ്സിലായോ? പിന്നെ കൊറേ എണ്ണം, ഞങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം വെറുതെ ഡീഗ്രേഡിങ് ആവും. ഇപ്പൊ മെയിൻ സ്ട്രീമിലുള്ള എല്ലാ എണ്ണവും എന്നെ പണ്ട് താത്തിയിട്ടുണ്ട്, അടിച്ച് താത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്ത് അങ്ങനെ സബ് കയറ്റി അങ്ങനെ ഇതാക്കിയതാണ്. അതായത് ഇപ്പം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും, മീൻസ് നമ്മളെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും
ഒരാൾ പോയി അടുത്ത ആൾ വന്നതാണ്, മനസ്സിലായോ? അതായത് ആദ്യം ഒരാളുണ്ടാവും, അയാൾ വേറെ ആളെ പിടിച്ചു കയറ്റും, ഇയാൾ ഇപ്പുറത്തുനിന്ന് വേറെ ആളെ പിടിച്ചു കയറ്റും, എല്ലാവരും കണക്റ്റഡ് ആണ്, മനസ്സിലായോ? ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ എൻ്റെ തന്നെ സ്വന്തമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ആരുമായിട്ടും സഹകരിച്ചിട്ടുമില്ല, ആരും കമ്പനി ആയിട്ടുമില്ല. പിന്നെന്ന് വെച്ചാൽ ഇങ്ങോട്ട് താത്താനേ വന്നിട്ടില്ല, ആര് കൈ പിടിച്ച് പൊന്തിക്കാനൊന്നും വന്നിട്ടില്ല, ചവിട്ടി താത്താൻ നോക്കിയിട്ടുണ്ട് കുറെ ആള്, താത്തിയിട്ടും ഉണ്ട്. പിന്നെ കുറച്ചാലും ബ്രേക്ക് എടുക്കും, പിന്നെ തിരിച്ചു വരും. പിന്നെ തിരിച്ചു വരും, അങ്ങനല്ല. പിന്നെ എപ്പോഴാ ലൈവ് സ്ട്രീം ചെയ്യാന്നുള്ള പ്ലാനിലേക്ക് എത്തിയത്? ഈ ഗീതിന്നൊക്കെ വിട്ടിട്ട് ലൈവ് തുടങ്ങാമെന്ന് എപ്പോഴാ തീരുമാനിച്ചേ? ലൈവ് തുടങ്ങാൻ തീരുമാനിച്ചേ ലൈവ് പക്ഷെ ഇപ്പൊ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ തൊപ്പി? ഇല്ല, ഞാൻ സത്യം പറഞ്ഞ എൻജോയ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് കുറെ പ്രഷറും ഇതെല്ലാം ഉണ്ട്, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നെല്ലായിട്ട് കുറെ പ്രഷറുണ്ട്. ഇടക്കിടക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ ലൈവ് സ്ട്രീം തുടങ്ങുന്നതിന് മുന്നേ ഓരോ വാർ കഴിഞ്ഞിട്ട് അതിലേക്ക് കയറുന്നത്. ഞാൻ അതിൽ കയറുമ്പോൾ എല്ലാവരും ഇതിൽ ചിരിക്കുന്നത് കളിക്കുന്നത്. പക്ഷെ ആ സ്ട്രീം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അരമണിക്കൂർ മുന്നേ മൊത്തം ആട്ടുതുപ്പൽ ഏറ്റു വാങ്ങി എല്ലാവരെയും നിന്ന് അടിയും വാങ്ങി ഇതും വാങ്ങിയിട്ടാണ് ഞാൻ സ്ട്രീമിലേക്ക് വന്ന് റൂമിലേക്ക് കയറി ലോക്ക് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ്, മനസ്സിലായോ? അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചില മൊമെന്റ് എല്ലാം എൻജോയ് ചെയ്യും. ഇങ്ങനെ മറന്നു പോകുമ്പോ എൻജോയ് ചെയ്യും, മനസ്സിലായോ? എൻജോയ്മെന്റ് അല്ല, അവര് മറന്നു പോലാണ്, മനസ്സിലായോ? ബാക്കിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സ്ട്രീം തുടങ്ങി തീരുന്നവരെ സ്ട്രീം തീരുമ്പോ പിന്നെയും ചിന്തിക്കാൻ തുടങ്ങുമോ മൊത്തം അങ്ങനെ. ഐശോ സ്പീഡിനല്ല അറിയോ? അറിയോ? ഇമിറ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടല്ലേ തൊപ്പിനെ ഓൾമോസ്റ്റ് ആളുകൾ പറയുന്നത്. ശരിക്കും ആളിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർ ഈ നാട്ടിൽ അങ്ങനത്തെ വേ ഓഫ് സ്ട്രീമിംഗ് ആരും ചെയ്യല്ലോ. അതായത് ഓഡിയൻസിന്റെ വാക്ക് കേട്ടിട്ട് ആരും ഒന്നും ചെയ്യല്ലോ. പിന്നെ എന്നോട് ഇടക്ക് ഓഡിയൻസ് ഇൻസ്റ്റ തുറന്ന് എന്റെ പേഴ്സണൽ മെസ്സേജും വാട്സപ്പ് തുറന്ന് എന്റെ പേഴ്സണൽ മെസ്സേജും അതായത് ഞാൻ സാധാരണ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പേഴ്സണൽ മെസ്സേജസ് എല്ലാം കാണിക്കാൻ പറയുമ്പോൾ ഞാൻ അതെടുത്ത് കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ ചെയ്യും. എല്ലാ ദിവസവും സ്ട്രീം തുടങ്ങുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ DM-ഉം ഇതെല്ലാം തുറന്നു നോക്കും. ഇതെല്ലാം ഇങ്ങനെ സ്ട്രീം തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ വന്നതാണ്, മനസ്സിലായോ? ഇങ്ങനെ ഓഡിയൻസ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അവരിങ്ങനെ ഓരോന്ന് ആസ്ക് ചെയ്യും. അതിങ്ങനെ ചെയ്ത് വരുമ്പോ അങ്ങനെ ആയതാണ്, മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഓഡിയൻസ് ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം വരും. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ഹിറ്റ് ആയത്, മനസ്സിലായോ? സാധാരണ സ്ട്രീമേഴ്സ് ഓഡിയൻസിന്റെ വാക്ക് ഒരു പരിധിന്റെ അപ്പുറം കേൾക്കൂല, മനസ്സിലായോ? ഞാൻ ഇവരെന്ത് പറഞ്ഞാലും ചെയ്യും. എന്ത് പറഞ്ഞാൽ അങ്ങനെ കുറെ പണിയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ചിലപ്പോ എനക്ക് ഇങ്ങനെ പണി കിട്ടുന്ന കാണാനായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്, മനസ്സിലായോ? എന്തായിരുന്നു ഒരു കിട്ടിയ ഒരു പണി ഒന്ന് ഷെയർ ചെയ്തേ? എല്ലാം പണി തന്നെയല്ലേ ഒരു കണക്കിന് നോക്കുമ്പോ. അല്ല, ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് അയ്യോ ഇതെങ്ങനെ ഞാൻ ചെയ്യും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കലില്ല. ലൈവിന്റെ ടൈമിൽ ഞാൻ ചിന്തിക്കില്ല. കാരണം ഒന്നാമത് വീട്ടിൽ നിന്ന് വീടുന്നെല്ലാം ഫുൾ പ്രഷറും കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ മൊത്തമായിട്ട് അതിൽ വീഴുകയാണ്. അവരെന്ത് പറഞ്ഞാലും ഞാൻ ഒരു പൊട്ടനെ പോലെ കേൾക്കും, മനസ്സിലായി? എനിക്ക് വേറെ വഴിയില്ല. മീൻസ് ഞാൻ മൊത്തം എല്ലാം മറന്നതിലേക്ക് പോകും. ഞാൻ അങ്ങനെ ചിന്തിക്കലില്ല. സത്യം പറഞ്ഞാൽ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കലില്ല, ഒന്നും ചിന്തിക്കലില്ല. മുന്നിൽ എന്താ കാണുന്നത് വായിക്കും, എന്താ തോന്നുന്നത് പറയും. അങ്ങനെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, കുറെ പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചില വോയിസ് മെസ്സേജസും കാര്യങ്ങളൊക്കെ തൊപ്പി ലൈവിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ എന്തൊക്കെയാ തൊപ്പിയുടെ അടുത്ത് ഓരോ ആൾക്കാർ പറയുന്നത്? ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? പറയുന്നവർ പറയട്ടെ വിചാരിക്കണം. പറയുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ തെറി വിളിക്കുന്ന എന്നെ എല്ലാവരും തെറി വിളിക്കുന്നതെന്ന് പറയും. ഞാൻ എന്നോട് പറയുന്നതിന് തിരിച്ച് റിപ്ലൈ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാൻ ആരും ഇതുവരെ അങ്ങോട്ട് പോയി വെറുതെ തെറി വിളിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും എന്നോട് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത പറയുമ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്ത് തെറി പറയേണ്ടി വരും. പിന്നെന്താ ചെയ്യണ്ടേ? വേറെ വഴിയില്ലാടാ. എന്നാ ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ. തൊപ്പിയെടുത്ത ഒരാൾക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതാണേ. പിന്നെ മെസ്സി റൊണാൾഡോ, തൊപ്പിയോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മെസ്സി റൊണാൾഡോ, മെസ്സിയുടെ ലാസ്റ്റ് ഇൻസ്റ്റാ പോസ്റ്റിന് അടിയിലൊക്കെ തൊപ്പി 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 തരംഗമായിരുന്നോടെ. മെസ്സി റൊണാൾഡോ, അതാണ് വിഷയം ഇവിടുത്തെ. തൊപ്പിനോട് ചോദിക്കാൻ ഏറ്റവും വിഷയം പിടിച്ച ചോദ്യം മെസ്സി റൊണാൾഡോ ആണ്. ഈ ചങ്ങായി റൊണാൾഡോ ഫാനാണ്, ഈനെ ഒഴിവാക്കിയതാണ്. ഇത് ആദ്യം ഞാൻ നല്ല കമ്പനി ആയി ചങ്ങായിനോട്, പിന്നെ നോക്കുമ്പോഴേക്ക് ആള് റൊണാൾഡോ ഫാന്. റൊണാൾഡോ ഫാനാന്ന് പറഞ്ഞ എന്തിനാ അങ്ങനെ കമ്പനി ഒഴിവാക്കുന്നത്? നല്ലൊരു ഫ്രണ്ട് അല്ലേ? ഒഴിവാക്കിയിട്ടൊന്നുമില്ല.
റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി മരവിച്ച ടീമാണ്. അവർക്ക് കറക്റ്റ് അറിയില്ല, മനസ്സിലായ? അപ്പൊ മെസ്സി ഫാൻസോ? മെസ്സിക്ക് വേൾഡ് കപ്പ് വരെ ഉണ്ട്, റൊണാൾഡോക്ക് ഒന്നുമില്ല, മനസ്സിലായ? റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോ അല്ലേ, ഫുള്ള് ഇങ്ങനത്തെ ഇത് മാത്രമേ. റൊണാൾഡോ ഫാൻസ് ഇളകും കേട്ടാ. റൊണാൾഡോ ഫാൻ ഇറങ്ങിക്കോട്ട്, അതിനെന്താ അവിടെ കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ റൊണാൾഡോ ഒരു ഗുഡ് പ്ലെയർ അല്ലേ? ഗുഡ് പ്ലെയർ ആയിരിക്കും, പക്ഷെ മെസ്സിയാണ് ബെറ്റർ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ മെസ്സിയുടെ ഒരു പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ്സിലാണ് തൊപ്പിനെ വീണ്ടും കുറെ ആൾക്ക് ഇത് ആരാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞിട്ട് മെസ്സി ഫാൻസ് കുറെ പേരും മെസ്സിയുടെ എന്ത് പറഞ്ഞു മുത്തേ നൈസ് തന്നെയാന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ ആ കാര്യം മെസ്സിയോ കാണിച്ചറിഞ്ഞ എന്ത് പറഞ്ഞത്? മുത്തേ നൈസ് തന്നെയാന്ന്, നീ ചെയ്യുന്നല്ലേ നൈസ് തന്നെയാന്ന് പറഞ്ഞു. അത് മെസ്സി ഫോൺ ഓഫ് ആയി. പിന്നെ ഇത്ര നേരം പാട്ട് പാടിക്കൊണ്ടിരുന്നില്ല. ഞാൻ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ മെസ്സിന്റെ കമന്റ് സെക്ഷനിൽ അത്രയും അതെന്തുകൊണ്ടാ തൊപ്പിയുടെ ഒരു ഫാൻസ് പേജിൽ ഒരു കമന്റ് അതിനകത്ത് പോയപ്പോഴേക്കും മെസ്സി അതിനകത്ത് റിപ്ലൈ ഇട്ടു. അങ്ങനെയാണ് ഇട്ടില്ലേ? തൊപ്പി അല്ലല്ലോ ശരിക്കും ഇട്ടത്, ഞാൻ തന്നെയാണ്. പിന്നെ അത് ഞാനാണ്. മെസ്സി എനിക്ക് മെസ്സേജ് വന്നിട്ട് പേഴ്സണൽ മെസ്സേജോ? ഇങ്ങനെയാണോ മെസ്സി സംസാരിക്കുന്നത്? ശരിക്കും പറ മെസ്സി എന്താ പറഞ്ഞേന്ന്. മെസ്സി എന്താ പറഞ്ഞെന്നുള്ള അത് എന്റെ പേഴ്സണൽ കാര്യം. പക്ഷെ എന്നെ മെസ്സി അറിഞ്ഞില്ല, എന്നെ മെസ്സി നോക്കിയില്ലേ. ഈ റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒട്ടകളാ. ഒരു മിനിറ്റ്, റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ റൊണാൾഡോ ഫാൻ ആരാ? ഏറ്റവും വലിയ റൊണാൾഡോ ഫാൻ ആരാ? ഐഷോ സ്പീഡ്. ഓനെ ഇതുവരെ റൊണാൾഡോ തിരിഞ്ഞു നോക്കിയാ, റൊണാൾഡോ എനിക്കൊരു മെസ്സേജ് അയക്കുക പോലും ചെയ്തിട്ടില്ല, മനസ്സിലായി? ഓൻ ഉണ്ട് എന്നുള്ള കാര്യം പോലും റൊണാൾഡോക്ക് അറിയില്ല, മനസ്സിലായ? പക്ഷെ മെസ്സിനെ തിരിഞ്ഞു നോക്കി, അതാണ് മെസ്സി റൊണാൾഡോ തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായോ? നിങ്ങളിപ്പോ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് ഫ്രണ്ട്സ് ആയല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇപ്പൊ കാണില്ല, ഞാൻ വിശ്വസിക്കില്ല. കമന്റിൽ റെസ്പോണ്ട് ചെയ്തു, ഓക്കെ ശരി സമ്മതിച്ചു, പക്ഷെ അതെല്ലാരും കാണുകയും ചെയ്തതാണ്. ഇത്ര നേരം അതിനകത്ത് പാട്ട് പാടിക്കൊണ്ടിരുന്നത് ഓഫായി പോയി, അല്ലേ? ഞാൻ കാണിച്ചു തരുന്നു. ശരി, ഓക്കെ, അങ്ങനെ ആവട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തൊപ്പി ചുമ്മാ നോണ പറയാന്ന് എനിക്ക് തോന്നുന്നു. തൊപ്പിക്ക് എന്താകാൻ ആഗ്രഹം? എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പബ്ജി പ്ലെയർ ആണ്. ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എന്റെ പേര് ഓർമ്മ വരണം, മനസ്സിലായോ? ബെസ്റ്റ് പ്ലെയർ ആണ് എനിക്ക്, അതാണ് എന്റെ ആഗ്രഹം. ആഗ്രഹമൊന്നുമില്ല, വേറെ ആഗ്രഹമൊന്നുമില്ല. ഓക്കെ, ഈ ബൂട്ട് ക്യാമ്പിലെ ബോയ്സ് അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആണോ? ഇപ്പൊ കൊമ്പനെ പരിചയമുണ്ട് എന്നല്ലാണ്ട് എനിക്ക് വേറെ ആരും ഇതൊന്നുമില്ല. ഹിപ്സ്റ്ററിനെ കഴിഞ്ഞ ദിവസം വിളിച്ചില്ലായിരുന്നോ? വിളിച്ചതേ ഉള്ളൂ, പിന്നെ ഇതാക്കിയിട്ടൊന്നുമില്ല. കൊമ്പനായിട്ട് കമ്പനിയാ? വേറെ ആരായിട്ടാ ഇതുപോലത്തെ സ്ട്രീമേഴ്സിൽ ഏറ്റവും കമ്പനി ആയിട്ടുള്ള? കാസ്ട്രോ ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കാസ്ട്രോ ആയിട്ടൊന്നും കമ്പനി ഇല്ല, ഞാൻ ആരുമായിട്ടും അങ്ങനെ കമ്പനി ആക്കിയില്ല. തുടങ്ങുന്നേ ഉള്ളു, ഇപ്പൊ സ്റ്റാർട്ട് ആകുന്നേ ഉള്ളു. ഇപ്പൊ ഹിപ്സ്റ്റർ ആയിട്ടെല്ലാം ചിലപ്പോ കമ്പനി ആവും. ആ ഒറ്റ പ്രാവശ്യം ഞാൻ ഹിപ്സ്റ്ററിനെ വിളിച്ചിട്ടില്ല, അതിന് ശേഷം വിളിച്ചിട്ടില്ല. വിളിക്കണം, ഇങ്ങനെ ആരെങ്കിലും കമ്പനി ആക്കണം, നോക്കണം. ആഗ്രഹമുണ്ട് ആരെങ്കിലും ആയിട്ട് ചങ്ങായിമാറാണ്. അടുത്തൊരു വീഡിയോ കൂടെ കാണിക്കട്ടെ. ഇതെല്ലാം ഇതിന് അന്നെ തന്നെ കാണിക്കുന്നത്. ഇത് ഞാൻ തന്നെയാണ്, ഇത് ഞാൻ കളിക്കുന്നതാണ്. ഇതെന്തിനാ അന്നെ തന്നെ കാണിക്കുന്നത്? അന്നെ ക്രിഞ്ചാക്കാനാ? ക്രിഞ്ചാവുന്നുണ്ടപ്പോ? എങ്ങനെയുണ്ട്? ഇത് ഞാനൊന്നും അല്ലാടാ, ഇത് ഞാനൊന്നും അല്ലാടാ, അതെ. തൊപ്പിനെ ഗൂഗിളിൽ അടിച്ച് നോക്കിട്ടുണ്ടാ ഇങ്ങനെ തൊപ്പിയുടെ പേര്? ഇപ്പൊ തന്നെ യൂട്യൂബിൽ തൊപ്പിന്ന് അടിച്ചപ്പോ യൂട്യൂബിൽ ഗൂഗിളിൽ വരുന്നുണ്ടോ? ഗൂഗിളിൽ നമുക്ക് പഠിച്ചു നോക്കിയാലോ? ഗൂഗിളിൽ അടിച്ചാലും യൂട്യൂബിൽ തന്നെ വരും. ശരിയാ. തൊപ്പിന്ന് പറഞ്ഞിട്ടൊരു മൂവി ഒക്കെ ഉണ്ട് തോന്നുന്നു. ഇല്ല, പിന്നെ മറ്റേ തൊപ്പിയൊക്കെയാ വരുന്നത്. ഇപ്പൊ സ്പീഡിനെ ഇൻസ്പയർ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായാലോ. ഇപ്പൊ മെസ്സി മെസ്സേജ് അയച്ച പോലെ സ്പീഡിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് റീസെന്റ് ആയിട്ട് എന്തോ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. സ്പീഡ് തന്നെ റിയാക്ട് ചെയ്യുന്നല്ലേ? റിയാക്ട് ചെയ്യുന്ന വെച്ചാ എന്റെ ചാറ്റിൽ എല്ലാരും, ഞാൻ ലൈവ് ചെയ്യുന്ന അതേ സമയത്ത് സ്പീഡ് ലൈവ് ചെയ്ത്, അപ്പൊ എന്റെ ചാറ്റിൽ എല്ലാരും സ്പാം ചെയ്ത് സ്പീഡ് റൈഡ് എന്നിട്ട്. ഞാൻ ആദ്യം ഒന്നും ഇതാക്കിയിട്ടില്ല, പിന്നെ നല്ല പറഞ്ഞപ്പോ ഞാൻ പോയി. അങ്ങനെ ചെയ്യാൻ പറ്റില്ല ശരിക്കും. വേറൊരു സ്ട്രീമറിന്റെ പ്രത്യേകിച്ച് സ്പീഡിന്റെ എല്ലാം സ്ട്രീം എന്റെ സ്ട്രീമിൽ തുറന്ന് കാണിക്കുന്നതോടുകൂടി എനിക്ക് പണി കിട്ടും, മറ്റേ സ്ട്രൈക്ക് കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനെല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടെല്ലാം
റെയ്ഡ് ചെയ്തു, ഒരു ചെറിയൊരു 30 സെക്കൻഡ് റെയ്ഡ് ചെയ്തു. അപ്പോൾ അവൻ്റെ ചാറ്റ് മൊത്തം തൊപ്പി എന്നുള്ള പേര് മാത്രം വന്നിട്ട് ഓന് എടുത്തു നോക്കി, എൻ്റെ ചാനൽ എടുത്തു നോക്കി. അങ്ങനെ ജസ്റ്റ് ഒരു കുറച്ച് സമയം ഇങ്ങനെ അതിന് തെറി വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ട് അതിനെ തെറി വിളിച്ച്, തമാശക്കായിരിക്കും പക്ഷെ എന്നാലും അതിനെ തെറി വിളിച്ച് എടുത്തു നോക്കി എൻ്റെ ചാനലിൽ. അതിന് ശേഷം ഓൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ ഞാനെന്ന് പറഞ്ഞ ഒരാളുടെ ഓൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഓൻ്റെ ട്വിറ്റർ പേജിലും ഓൻ്റെ ടീമുമായിട്ട് ഓൻ്റെ ടീമിൻ്റെ ഇടയിലും എൻ്റെ പേര് വരാൻ തുടങ്ങി. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ട് എന്നിട്ട് ഞാൻ ട്വിറ്ററിൽ എടുത്ത് നോക്കിയപ്പോൾ ഇത്രക്കാലം ഓരെക്കുറിച്ച് വിചാരിച്ച എല്ലാ ഇതും പോയി. ഞാൻ ഇവരെല്ലാം അത്രയും ഇൻസ്പയർഡായി അത്രയും മനസ്സിൽ വെച്ച് നടന്നിരുന്നു. പക്ഷെ ഇവരെല്ലാം അത്രയും എക്സ്ട്രീം റേസിസ്റ്റാണ്. ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ ഇവർക്ക് തീരെ പിടിക്കൂല. ഇന്ത്യക്കാരെ അവരങ്ങനെയാണ് കാണുന്നത്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ശരിക്കുള്ള ചിന്ത അങ്ങനെയാന്ന് പറഞ്ഞതിന് ശേഷം ആ ഇൻസ്പിറേഷൻ ഞാൻ വിട്ട് അത് വേണം വെച്ചു. കാരണം അത്രയും എക്സ്ട്രീം റേസിസ്റ്റാ മൊത്തം എല്ലെണ്ണവും, ഒരാളും രണ്ടാളും എന്നല്ല എല്ലെണ്ണവും അങ്ങനെയാണ്. ഓരോ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ അങ്ങനെ ഇന്ത്യക്കാരെ കുറിച്ച് അവർ അങ്ങനെ കാണുന്നത്. ഇപ്പൊ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. തൊപ്പിക്ക് ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉണ്ടോ? ദൈവത്തിലാ ഇല്ലാന്ന് പറഞ്ഞ ഉമ്മ അടിക്കും. ഉണ്ട് ഇല്ലാന്ന് ഉമ്മാന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. ഇപ്പോഴും അടി കൊള്ളാറുണ്ടാ? ഇടക്ക് എന്റെ വായിന്ന് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആയ സീനാണ്. ഞാൻ എന്റെ വായിന്ന് എന്തെല്ലോ വരും, മനസ്സിലായ? ഞാൻ ഇത്ര സമയം ഇവിടെ പിടിച്ച് ഡീസന്റ് ആകാൻ വേണ്ടി നിന്റെ മുന്നിൽ സമാധാനത്തിൽ ഇരിക്കാൻ ഡീസന്റ് ആവാൻ വേണ്ടി കഷ്ടപ്പെടുക. നിങ്ങളെ മുന്നിൽ വെച്ചാൽ ഞാൻ ലൈവ് കാണിക്കുന്ന പോലുള്ള എന്റെ ശരിക്കുള്ള ഇത് കാണിച്ചാ പിന്നെ നിങ്ങളാണ് ഇറങ്ങി പോകാൻ പറയും. അപ്പൊ തൊപ്പി അഭിനയിക്കാണോ ലൈവില്? അഭിനയിക്കാണോ? കുറച്ചെല്ലാം അഭിനയിക്കാണ്. ഇപ്പൊ ഗെയിം ചെയ്യാനായിട്ട് ഇഷ്ടമാണ്, വീട്ടില് സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ സ്വഭാവം മാറ്റി കാണിക്കുന്നത്? ഞാൻ സ്ട്രീമിൽ കാണിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് കാണിച്ചാ നിങ്ങൾക്ക് ശരിയാവൂല. ഞാൻ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീം അല്ല, മനസ്സിലായോ? ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ സ്ട്രീം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തലയിൽ ഫസ്റ്റ് എന്താ വരുന്നത് അങ്ങ് ചെയ്യും. ഫസ്റ്റ് വരുന്ന വേർഡ് പുറത്തേക്ക് വരുത്തിക്കും. ഞാൻ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ അടിക്കുന്നതോടുകൂടി എല്ലാം മറക്കും, മനസ്സിലായോ? പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ബോസ് ഇതാ ഇടാ, ഇതാ ഇടാ, നിന്റെ എടാ അങ്ങനെ ചെയ്യാൻ പറ്റൂല, അത് സീനാവും, മനസ്സിലായോ? അതിനുള്ള പെർമിഷൻ തന്നാ ഞാൻ വേണമെങ്കിൽ പിന്നെ ആദ്യം മുതൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ അപ്പൊ ഇതാണ് ശരിക്കും യഥാർത്ഥ തൊപ്പി ഇങ്ങനെയാണല്ലേ? ആണ്. അപ്പൊ ആ ഒരു സ്ട്രീമിംഗിന്റെ സമയത്ത് ആ ഒരു എന്റർടൈൻമെന്റ് വൈബ് ഇങ്ങനെ കേറി എല്ലാരും പറയുന്ന ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷെ സമ്മതിച്ചിട്ടുണ്ട് ആള് കുറച്ചൊക്കെ അഭിനയിക്കുകയാണെന്നുള്ളത്? കുറച്ചൊന്നല്ല, കൂടുതൽ കുറെ ഭാഗവും അഭിനയിക്കുന്നതെല്ലാം തന്നെയാണ്. റാപ്പിഡ് ഫയർ ആണേ, ചോദിക്കട്ടെ? ഓക്കെ. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ കാണാൻ ആഗ്രഹമുണ്ടോ? മമത മോഹൻദാസ്. എന്താ? അമ്മോ ഓള് നൈസാണ്. എന്താ കാണാൻ ആഗ്രഹം? എന്താ ഒരു സെലിബ്രിറ്റിനെ? ഓള് കുറെ ഫൈറ്റ് എല്ലാം ചെയ്തിട്ടല്ലോ വന്നേ അല്ലേ ലൈഫില്? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാന്ന് തോന്നുന്നു, അമ്മ എനിക്കറിയില്ല, അതുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്കെന്തോ ഓളെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പിന്നെ അറിയില്ല. വേറെ ആരുമില്ല? ഓക്കെ. ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തോ മാറ്റാൻ, ഇങ്ങനെ മാറിക്കോളൂ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ആയിക്കോളൂല്ലോ. പ്രത്യേകിച്ച് മാറ്റാൻ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒന്നുമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. ആ ഓട്ടോമാറ്റിക് മാറണേ. ഇപ്പോഴുള്ള ഞാനായിരിക്കുമല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞാല് അങ്ങനെ ഓട്ടോമാറ്റിക് മാറും, മനസ്സിലായോ? അതേപോലെ ടൈം എടുക്കുമ്പോൾ ഇപ്പോഴുള്ള ഞാനായിരിക്കുമല്ലോ ഒരാഴ്ച കഴിഞ്ഞാല്, ഒരു മാസം കഴിഞ്ഞാല്, മനസ്സിലായോ? ഞാനെ വിട്ടു കൊടുക്കും, അപ്പോൾ ഓലനുസരിച്ച് ഇങ്ങനെ പോയിക്കോളും. മാറുന്നുണ്ടെ മാറിക്കോട്ടെ. ഓക്കെ. ആർക്കെങ്കിലും പ്രാങ്ക് കൊടുത്തിട്ടുണ്ടോ? പ്രാങ്കാ? പ്രാങ്ക് ഇല്ല. തൊപ്പിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഈ പ്രാങ്ക് എന്നെല്ലാം പറഞ്ഞാൽ എന്താ, ഒരാളും രണ്ടാളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോ അല്ലേ പ്രാങ്ക് ഉണ്ടാവുന്നത്. ഞാൻ ആരും ഇന്ററാക്ട് ചെയ്യുന്നത്, ഞാൻ എന്റെ റൂമിൽ തന്നെ അല്ലേ സ്ട്രീം ചെയ്ത് ഒറ്റക്കനല്ലേ ഇരിക്കുക. പ്രാങ്ക് ചെയ്യണമെങ്കിൽ പബ്ലിക്കില അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണ്ടേ? ഫ്രണ്ട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. ഇല്ല. ഓക്കെ. തൊപ്പി വാങ്ങിയ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം? എന്റെ ക്യാമറ. ഓക്കെ. എന്താ ഉമ്മാക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട്? ഉമ്മ പറയുന്നത് ഇതെല്ലാം അറാമിന്റെ പൈസയാന്ന് അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ മേടിച്ച് എങ്ങനെ വേറെ എങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മ ചെയ്ത് കൊടുക്കണം. ഉമ്മാക്ക് പൈസ കൊടുത്താലും ഉമ്മ വാങ്ങൂല. ഇപ്പൊ ഇത്രയും ഇത് പ്രശ്നമായിക്കൊണ്ട് ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ഇസ്ലാമിസ്റ്റുകളാണ്. മീൻസ് അങ്ങനെ പറയുന്നതല്ല,
ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴുള്ള പലിശയില്ലേ അതുപോലും ഹറാമാണ്, മനസ്സിലായോ? അങ്ങനെ വരുമ്പോ ഞാൻ ഇപ്പൊ ചെയ്യുന്നതെല്ലാം ഹറാമിൽ ഏൺ ചെയ്യുന്ന പൈസയാണെന്നാ എല്ലാരും പറയുന്നത്, മനസ്സിലായോ? കുറച്ച് പൈസ ആണെങ്കിലും അതും ഹറാമെന്നാ ഞാൻ പറയുന്നത്. ഉമ്മാക്ക് എന്താ വാങ്ങി കൊടുത്തത്? അതന്നെ ഞാൻ പറഞ്ഞേ, മേടിച്ചാലും മേടിക്കൂല. ബ്രദർ എന്താ ചെയ്യുന്നേ? ബ്രദർ പഠിത്തം കഴിഞ്ഞിട്ട് അങ്ങനെ ഇടക്കിടക്ക് ഓരോ പണിക്കെല്ലാം പോകുന്നുണ്ട്, ഹെവിയെല്ലാം എടുക്കും. യൂട്യൂബറായ തൊപ്പി അറിയാത്തവരായി ആരും ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം. ലൈവ് സ്ട്രീമിങ്ങും യൂട്യൂബ് വീഡിയോകളും ഒക്കെയായി വൈറലാണ് തൊപ്പി. തന്റെ യൂട്യൂബ് വരുമാനം വെളിപ്പെടുത്തിക്കൊണ്ട് തൊപ്പി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തൊപ്പിക്ക് മയക്കുമരുന്ന് കച്ചവടമുണ്ടോ എന്ന ഒരാളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു നിഹാദിന്റെ വരുമാനം വെളിപ്പെടുത്തുന്ന വീഡിയോ. ഇത്തരം ചോദ്യങ്ങൾ തന്നോട് ചോദിക്കുന്നത് തന്റെ വരുമാനത്തെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടാണെന്നും നിഹാദ് പറഞ്ഞിട്ടുണ്ട്. തന്റെ സ്ട്രീമിംഗ് കോൺട്രാക്ട് കൂടി സ്ക്രീനിൽ കാണിച്ചായിരുന്നു തൊപ്പിയുടെ വരുമാനം വെളിപ്പെടുത്തൽ. 1 മണിക്കൂർ സ്ട്രീമിങ്ങിന് $250, അതായത് ഏകദേശം 21,000 ഇന്ത്യൻ മണിയാണ് മക്കളെ. അപ്പോൾ 5 മണിക്കൂർ എത്രയായി? 1 ലക്ഷം. ചിലപ്പോൾ ഞാൻ 8 മണിക്കൂർ വരെ സ്ട്രീമിംഗ് ചെയ്യാറുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ ഒരു ദിവസം 1 ലക്ഷം രൂപ സ്ട്രീമിംഗിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം എത്രയായി? ഇത് സ്ട്രീമിംഗ് മാത്രമാണ്. പിന്നെ പ്രൊമോഷൻസ്, ഇനാഗുറേഷൻസ്, അങ്ങനെ കുറേയുണ്ട്. ഈ വഴിയൊക്കെ വരുമാനമുണ്ട്. അങ്ങനെ ലീഗലായി ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്? എനിക്കെന്താ തലയ്ക്ക് ഓളമുണ്ടോ? ഞാൻ എന്താ പൊട്ടനാണോ എന്നും തൊപ്പി ചോദിക്കുന്നു. ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ തനിക്ക് വരുമാനമുണ്ടെന്നും 1 മണിക്കൂറിന് $250 തനിക്ക് ലഭിക്കുന്നു എന്നും തൊപ്പി വെളിപ്പെടുത്തിയിട്ടുണ്ട്.